ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെയൊക്കെ നമ്മളന്ന് അഴിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ വലിയോളുടെ വീഡിയോ ആണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ദേവുട്ടിയുടെ മോളാണ്. ദേവുട്ടിയുടെ മൂന്നാമത്തെ കുട്ടിയാണ് കുഞ്ഞിപ്പെണ്ണ്. ഇപ്പോൾ ഉള്ളത് പിന്നീട് പ്രസവിച്ചതാണ് നമ്മുടെ കല്യാണിക്കുട്ടീനെ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞ്, 2ാമത്തെ വയസ്സ് നവംബറിലേക്കാണ് 2 വയസ്സ് തികയുള്ളൂ. അപ്പോൾ അതിന് മുൻപ് ഒക്ടോബറിൽ കുഞ്ഞിപ്പെണ്ണ് പ്രസവിക്കും. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ലൊരു പശുക്കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെപ്പോഴും നമ്മുടെ പശുക്കുട്ടികളെ തന്നെ വളർത്തി വലുതാക്കി അവരെ കറക്കുക എന്നുള്ളതാണ് എപ്പോഴും ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു മാർഗം. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്നല്ലാണ്ട് നമ്മുടെ കുട്ടികളെ നല്ല തീറ്റ കൊടുത്തു. അപ്പോൾ പുഷ്ടിമയാണ് എപ്പോഴും കൊടുക്കുക. അപ്പോൾ 9 മാസത്തിൽ തന്നെ അവൾ ആദ്യത്തെ മതി കാണിച്ചു. അപ്പോൾ 2-3 പുളവ് മതി വിട്ടിട്ട് നമ്മൾ 1 വയസ്സും 2 മാസമുള്ളപ്പോൾ കുത്തിവെച്ചു. അപ്പോൾ അഴിച്ചു കെട്ടാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാരണം നമുക്ക് അധികം സ്ഥലമൊന്നുമില്ല എന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരെ അധികവും അഴിച്ചു കെട്ടാത്തത്. അഴിച്ചു കെട്ടിന് ഭയങ്കര സന്തോഷമാണ് അവർക്ക്. നമ്മൾ ചാടിക്കാണ്ടൊക്കെ നോക്കും, എന്നാലും അവർക്ക് വന്നിട്ടുള്ള ആ ഒരു സന്തോഷം കൊണ്ട് കുറേ ചാടിത്തുള്ളി ഒക്കെ നിൽക്കും. അപ്പം നല്ല തീറ്റ തന്നെ അവൾക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ പുഷ്ടിമ അത്ര അധികം കൊടുക്കുമെന്നല്ല, എന്നാലും അതിൻ്റെ ഒരു കണക്കിന് പുഷ്ടിമ കൊടുക്കും. പിന്നെ കായത്തുരി കൊടുക്കും, പുല്ലും വൈക്കോലും എല്ലാം കഴിക്കും. ദേവുട്ടി അങ്ങനെ തന്നെയാണ്, എന്തും കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ദേവുട്ടിക്ക് നല്ല പാലുള്ള പശുവാണ്. ദേവുട്ടിയുടെ അമ്മയും നല്ല പാലുള്ള പശുവാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനും നല്ല പാലൊക്കെ കിട്ടും തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ചെറുപ്രായം. നമ്മൾ അന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തെടുത്തതാണിത്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണായിട്ട് കാപ്പി കളറും വെള്ളയായിരുന്നു അവളുടെ കളറ് പ്രസവിച്ചപ്പോൾ. ഇപ്പം അത് കറുപ്പിലേക്ക് മാറി. നല്ല കുറുമ്പത്തി പശുക്കുട്ടിയായിരുന്നു. കാരണം ദേവുട്ടിയുടെ പാല് കുടിക്കും, കുറച്ച് കഴിയുമ്പോൾ വലിയവളുടെ പാല് കുടിക്കും. അങ്ങനെയുള്ള നല്ലൊരു കുസൃതിയായിട്ടുള്ളൊരു പശുക്കുട്ടിയായിരുന്നു. അവളെ നന്നായിട്ട് തന്നെ നമ്മൾ നോക്കി. നേരത്തിന് മരുന്ന് കൊടുക്കാറുണ്ട്, പിന്നെ ലിവർ ടോണിക്ക് കൊടുക്കാറുണ്ട്. അതൊക്കെ ഇപ്പോൾ ഈ ഗർഭിണിയായ പിന്നെ കേട്ടോ, അതുവരെ ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പം അമ്മേരെ അടുത്ത് തന്നെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് തൊഴുത്തിൽ. നല്ല സന്തോഷമാണ് അവൾക്ക്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷമായിട്ടിരിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നത് അമ്മൂട്ടിയാണ്. അവളെയും നക്കും, ഇപ്പുറത്തെ അമ്മയാണ്, അമ്മേനെയും നക്കും. ഭയങ്കര സന്തോഷമൊക്കെയാണ്. തേച്ച് കഴുകാനോ തീറ്റ എടുക്കാനോ ഒന്നിനും ഒരു വിഷമമില്ലാത്ത നല്ലൊരു പശുക്കുട്ടിയാണ്. അപ്പോൾ നമ്മൾ അടുത്ത മാസം 26-ാം തീയതിക്കാണ് 7 മാസം തികയുള്ളൂ. ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. നല്ല തീറ്റൊക്കെ കൊടുത്ത് നല്ലൊരു പശുക്കുട്ടിയായിട്ട് വളരണം തന്നെ വിചാരിക്കുന്നു. ഇപ്പോൾ കുളമ്പ് കേടിൻ്റെ പ്രതിരോധ കുത്തിവെപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുളമ്പ് കേടിന് കുത്തിവെച്ച കാര്യം പറയുമ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ തൊടുപുഴന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറയുന്നത് കുളമ്പ് കേടിന് എപ്പോൾ കുത്തിവെച്ചാലും അവരുടെ പശുക്കൾക്ക് ഒരാഴ്ച സുഖമില്ലാണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഞാൻ കുളമ്പ് കേടിന് കുത്തിവെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ഇടിച്ച് അവിടെ ഇങ്ങനെ നന്നായി ഇടിച്ച മരുന്ന് ഇങ്ങനെ ഇതാവണം, അല്ലാതെ മരുന്ന് അവിടെ കല്ലിച്ച് കിടക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുള്ളത്. ഇതുപോലെ തന്നെ ദേവുട്ടിയുടെ അമ്മയായിട്ടുള്ള ഉണ്ടക്കണ്ണി എന്ന് പറഞ്ഞൊരു പശു ഉണ്ടായിരുന്നു. അതാണ് കുറച്ച് ബലമൊക്കെ പിടിച്ച് കട്ടിയൊക്കെ ആയിട്ട് നമുക്ക് കുളമ്പ് കേടിന് കുത്തിവെച്ചാൽ കുറച്ച് വിഷമം. അത് അവർ പറയണ പശുക്കൾ അങ്ങോട്ട് വയ്യാണ്ടായി പാല് കുറയണത് അവർ എന്തെങ്കിലും സഹിക്കാം, പക്ഷെ പശുക്കൾക്ക് ഭയങ്കര ക്ഷീണം ഒരാഴ്ചക്ക് വരും എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ അങ്ങനത്തെ ഒരു പതിവ് ഉണ്ടായിട്ടില്ല. കുറച്ച് പാല് കുറഞ്ഞാലും അവർ കുത്തിവെക്കുമ്പോഴേ പറയും കുറച്ച് തീറ്റ കൂടുതൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ കുളമ്പ് കേടിന് കുത്തിവെക്കുമ്പോൾ പാല് കുറയാനുള്ള സാധ്യതയുണ്ട്, ചെറിയൊരു പനി വരും, അതൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ വർഷങ്ങളായിട്ട് നമ്മളിവിടെ കുത്തിവെക്കുമ്പോൾ ഇവിടെ ഒരു പശുക്കൾക്കും ഉണ്ടാവില്ല. പണ്ട് നമ്മുടെ അമ്മണി എന്ന് പറഞ്ഞ പശുവിനൊക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ വേദന എടുക്കുമ്പോൾ ഞാൻ കായത്തിലും തീറ്റയൊക്കെ വട്ടയിൽ പൊക്കി വെച്ച് ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് ഇവിടെ ആർക്കുമില്ല. നന്നായിട്ട് കൈമുട്ട് മടക്കിയിട്ട് നന്നായി ഇടിച്ചു കൊടുക്കണം. വെറുതെ ഇങ്ങനെ തട്ടിയാൽ മാത്രം പോരാന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലായേക്കണത്. നന്നായി ഇടിച്ചു കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ കുളമ്പ് കേടിൻ്റെ കുത്തിവെപ്പ് കൊണ്ട് വേറൊരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ആളുടെ വിശേഷങ്ങളുമായി വരാട്ടോ. ബായ്.